നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. കാരണം അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറില്ല, കാരണം അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു മടിയാണ്. നമ്മൾ എങ്ങനെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന് നമുക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ അതിനുള്ള സാധനം ഇല്ലാത്തതിനാൽ ഞാൻ ഇവിടെ ആ ഒരു സ്റ്റെപ്പ് ഉപേക്ഷിച്ചു. നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ലിപ് ബാം അപ്ലൈ ചെയ്യാം. ലിപ് ബാം നല്ലപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ആ ഒരു ലിപ് ബാം ബ്ലോട്ട് ചെയ്ത് കളയാൻ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ടവൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ബ്ലോട്ട് ചെയ്യേണ്ടതെന്ന്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ ലിപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ബ്ലോട്ട് ചെയ്ത് കളയുക. അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു മാർസിൻ്റെ ലിപ് പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഏതാണ്ട് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല, നമുക്ക് ഇതിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കി എടുക്കാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ലൈറ്റ് ആയിട്ടുള്ള ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളൊരു ഡാർക്ക് ലിപ്സ്റ്റിക്ക് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഡാർക്ക് ലിപ്പ് ലൈനറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. നമ്മൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതേ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് തന്നെ ലിപ്പ് ഫുള്ളും ഫില്ല് ചെയ്യണം കേട്ടോ. നല്ലപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഫുൾ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പായിട്ടുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ തിന്നായിട്ടുള്ള ലെയർ വേണം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് നമുക്കൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് വീണ്ടും ബ്ലോട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി ഈ ഒരു ലിപ്സ്റ്റിക്ക് റീ അപ്ലൈ ചെയ്യണം കേട്ടോ. ബ്ലോട്ട് ചെയ്തൊന്നും കാണിച്ചില്ല, പക്ഷേ ഞാൻ ബ്ലോട്ട് ചെയ്തിട്ടാണ് കേട്ടോ റീ അപ്ലൈ ചെയ്തത്. റീ അപ്ലൈ ചെയ്തതിന് ശേഷം ഏറ്റവും ഫൈനൽ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, നിങ്ങൾ ലിപ്പിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് കോമ്പാക്ട് പൗഡറോ ട്രാൻസ്ലൂസൻറ്റ് പൗഡറോ നിങ്ങൾക്ക് ഏത് പൗഡറാണെന്ന് വെച്ച് ഇഷ്ടമുള്ള പൗഡർ എടുക്കുക, അതൊന്ന് ബ്രഷിലാക്കുക. അതിന് ശേഷം എക്സ്ട്രാ വരുന്നത് ഡസ്റ്റ് ചെയ്ത് കളയണം കേട്ടോ. ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്, അത് കണക്ക് ഡസ്റ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നല്ല സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആവും കേട്ടോ. ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ കാണിച്ച് തരുന്നുണ്ട് എന്തോരം ട്രാൻസ്ഫർ പ്രൂഫും ആണെന്ന്. ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങ് ഒരുപാട് നേരം നിൽക്കുമെന്നോ ഒന്നുമല്ല, സാധാരണ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എത്ര നേരം നിൽക്കുമോ അതിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് നിൽക്കുമെന്നാണ് കേട്ടോ. ഈ ഒരു ഹാക്ക് അടിപൊളി ഹാക്കാണ്, നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.